ഹെഡർ പേജിന് ഹെഡർ കൊടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഹെഡർ ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, ടൈപ്പ് ചെയ്യാം എന്താണോ വേണ്ടത്. പേജ് ഹെഡ്, എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഹെഡ് വരും, പേജ് ഹെഡ്. ശരിക്കും ഇത് മാർജിൻ്റെ പുറത്താണ് ഉണ്ടാവുക. നമ്മളിപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ ഒഴിവാക്കാം. പേജ് ഹെഡർ ഇത് ബോർഡർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെ. അതേപോലെ ഈ പേജ് ഹെഡറിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സെൻറ്റർ വേണം, ഇങ്ങനെ ഏത് സ്റ്റൈൽ വേണം ബുക്ക് മാർക്കുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഫൂട്ടർ നമുക്ക് സാധാരണ പേജ് നമ്പർ കൊടുക്കാറ്, പേജ് നമ്പർ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പേരോ ആരെങ്കിലും പേരോ ഡോക്യുമെൻ്റ് പേരൊക്കെ വേണമെങ്കിൽ ഡോക്യുമെൻറ്റ് മെൻഷൻ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് പേജ് നമ്പർ, താഴെ ഒരു പേജ് നമ്പർ, സെൻറ്ററിൽ ഒരു പേജ് നമ്പർ വരെയാണ്, പേജ് നമ്പർ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റും പേജ് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഹെഡറും ഫൂട്ടറും സെറ്റ് ചെയ്യുന്ന പഠിച്ചു. ഇൻസേർട്ടിൽ പേജ് നമ്പർ, ഹെഡർ, ഫൂട്ടർ പഠിച്ചു. ഇപ്പോൾ ഹെഡർ ഫൂട്ടർ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ടെക്സ്റ്റ്, നമുക്ക് ഏതെങ്കിലും ഒരു ഇപ്പോൾ ടെക്സ്റ്റ് ഇവിടെ ഇപ്പോൾ ശരിക്കും ഇങ്ങനെ ലൈനിലല്ലേ പോകും. ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൽ ടെക്സ്റ്റ് ബോക്സ് കൊടുത്താൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്ത് വെക്കാം. ജസ്റ്റ് നോട്ട്, എന്നിട്ട് ഇവിടെ എന്തെങ്കിലും എക്സാമ്പിൾ എന്ന് വന്നിട്ട് സൈഡിലായിട്ട് ഒരു നോട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ പേജിൽ താഴേക്ക് ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റും. അതല്ലാതെ നമുക്കൊരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഈ ബോർഡറൊക്കെ നമുക്ക് വേണം ഹൈഡ് ചെയ്യാം. ബോർഡർ ഔട്ട്ലൈൻ ഹൈഡ് ഔട്ട്ലൈൻ നമുക്ക് ഷേപ്പ് ഔട്ട്ലൈനിൽ പോയിട്ട് വൈറ്റ് ആയി കഴിഞ്ഞാൽ ഔട്ട്ലൈൻ കാണൂല. അപ്പം ഇവിടെ ടൈപ്പ് ചെയ്ത പോലെ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റ് എവിടെ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും വേർഡിൽ. സാധാരണ ഇങ്ങനത്തെ ഒരു താഴേക്ക് പോകുന്ന ആ പ്രശ്നം നമുക്ക് മാറ്റാം. പിന്നെ വേർഡ് ആർട്ടിൽ നമുക്ക് വേർഡ് വേണമെങ്കിൽ ഇതൊക്കെ കോമൺലി ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറയാനുള്ളത്. ഈ ക്വിക്ക് പാർട്സ് ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നില്ല. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് തന്നെ നമുക്ക് ക്വിക്ക് പാർട്സിൽ വേണം. വേർഡായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് നമുക്ക് സൈസ് ഫോണ്ടൊക്കെ ഇവിടെ സെലക്ട് ചെയ്യട്ടോ. ഇങ്ങനെയാണ് വേർഡായിട്ട് കൊടുക്കുക. വേർഡായിട്ടിൽ നമുക്ക് സ്റ്റൈലൊക്കെ ഇങ്ങനെ മാറ്റാം കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഷാഡോ വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. സ്പേസ് വേണമെങ്കിൽ കൂട്ടാം. വെർട്ടിക്കലായിട്ട് വേണം ടെക്സ്റ്റ് കൊടുക്കാം. ഇതാണ് വേർഡായിട്ട്. പിന്നെ ഈ സിംബലിഫിക്കേഷൻ ആണ് നമുക്ക് പിന്നെ കോമൺ ആയിട്ട് ആവശ്യം വരുന്നത്. ഒരു ബ്ലാങ്ക് സ്പേസ് ഇൻസെർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സിംപ്ലിഫിക്കേഷൻ വേണം. a+b² അല്ലെങ്കിൽ A+or- നമുക്ക് ഈ കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. ആ സിമ്പിൾ നമുക്ക് A+or-. അതേപോലെ ഡിവിഷൻ്റെ സിമ്പിൾ ഉണ്ടാവില്ല. ഈ സിമ്പിൾസേ കിട്ടും. നമുക്ക് ഡിവിഷൻ്റെ സിമ്പിളൊന്നും നമുക്ക് അല്ലാതെ കിട്ടില്ല. ഇങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ കൊടുക്കണമെങ്കിൽ
ആവശ്യമുള്ള ഇക്വേഷൻസ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതെല്ലാം സിമ്പിളാണ് വേണ്ടെങ്കിൽ, ഇപ്പോൾ ഡോളറിൻ്റെ സിമ്പിൾ വേണം, അതാണ് യൂറോ അല്ലെങ്കിൽ ഡോളർ, ബീറ്റ, ആൽഫ, സിഗ്മ, ഏത് സിമ്പിൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. സെലക്ട് ചെയ്യാം, ഇൻസേർട്ട് കൊടുത്താൽ ഇവിടെ വരും. ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ഇങ്ങനെ സിമ്പിൾ പഠിച്ചു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ അമർത്തുക.